Hello, good morning. Welcome to Agila Vlogs and Studies. ഇന്ന് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള NMC CVT അഡൾട്ട് നഴ്സിംഗിൻ്റെ 10 ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡിസ്കഷന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓവർവ്യൂ ഓഫ് NMC CVT എക്സാം. NMC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് all about the exam, how you have to prepare for the exam. ജസ്റ്റ് ആ വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്കഷൻ. ഓക്കെ, 1 to 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 11 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജോൺ ഹാഡ് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ആൻഡ് ഹെർ മദർ ഈസ് വറീഡ് അബൌട്ട് ഹിസ് ഹെൽത്ത്. വാട്ട് ഷുഡ് ദ നഴ്സ് ഡു? അതായത് ജോൺ എന്ന് പറയുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്താ പറയുക, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ ഉണ്ട്. അപ്പം ആ കണ്ടീഷനെ കുറിച്ച് മദർ ഭയങ്കര വറീഡ് ആണ്. അപ്പോൾ ഒരു നഴ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്താണ് ചെയ്യുക? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, റെസ്പെക്ട് ഹിസ് ഡിസിഷൻ ആൻഡ് ഡു നത്തിങ്. അയാളുടെ ഡിസിഷൻ റെസ്പെക്ട് ചെയ്യുക, ജോണിൻ്റെ ഡിസിഷൻ റെസ്പെക്ട് ചെയ്യുക, ഒന്നും ചെയ്യാതിരിക്കുക. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. ആസ് എ നഴ്സ് വി ഹാവ് ടു ഡു സംതിങ്. ലെറ്റ്സ് ചെക്ക് ദി ഓപ്ഷൻ. അലോ ഹർ മദർ ടു ടോക്ക് ടു ഹിം. മദറിനോട് പറയുക ജോണിൻ്റെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത്. മദർ ഓൾറെഡി അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ വറീഡ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കലും മദറിനോട് പറയാൻ പറ്റില്ല ഗോ ആൻഡ് ടോക്ക് ടു ഹിം. സോ വി ക്യാൻ എലിമിനേറ്റ് ദാറ്റ് ഓപ്ഷൻ. ഓപ്ഷൻ സി, എഡ്യൂക്കേറ്റ് ഹിം ഓൺ ദ എഫക്ട് ഓഫ് ആൽക്കഹോൾ ആൻഡ് പോസിബിൾ റീഹാബിലിറ്റേഷൻ. അപ്പോൾ ആസ് എ നേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോൾ മൂലം ഉണ്ടാകുന്ന എന്താ പറയുക മോശമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ പോസിബിൾ റീഹാബിലിറ്റേഷൻ. നമുക്ക് ആൽക്കഹോൾ അതിൻ്റെ എന്താ പറയുക റീഹാബിലിറ്റേഷൻ ടീംസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ ഡി, പ്രൊവൈഡ് മെഡിക്കേഷൻ. ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് നമുക്കൊരു മെഡിസിൻ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗിവ് എഡ്യൂക്കേഷൻ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Okay, 12th question. The patient had head trauma. He was on antithrombolytic medication. Which diagnostic exam is best to do? നമ്മൾ ഹെഡ് ട്രോമ, ഹെഡ് ഇഞ്ചുറി അങ്ങനെയൊക്കെ വരുന്ന കേസിൽ ഓർമ്മയിൽ എപ്പോഴും വെക്കേണ്ട കാര്യമാണ് എക്സ്റേ ഒരിക്കലും അവിടെയല്ല. എക്സ്റേ റൈറ്റായ ഓപ്ഷൻ അല്ല, MRI അല്ല, അൾട്രാസൗണ്ട് അല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് CT സ്കാൻ. ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഞ്ചുറി, ട്രോമ, ആക്സിഡൻറ്റ് എന്ത് കേസസ് വന്നു കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിന്, മാർച്ചിലെ ഫസ്റ്റ് വീക്കിലെ എക്സാമിന് CT സ്കാൻ ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 13th question. What is it called when you disclose a medication error to a patient and their relatives? Option A, disclosure. Option B, raise of concern. Option C, escalation. And last option D, duty of candor. അതായത് നമ്മുടെ അടുത്തുനിന്ന് ഒരു മെഡിക്കേഷൻ എറർ സംഭവിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ അത് സംഭവിച്ചു എന്ന് നമ്മൾ പേഷ്യൻ്റെ അടുത്ത്, ഫാമിലിയുടെ അടുത്ത് ഇൻഫോം ചെയ്തു. ആ ഇൻഫോം ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുക? മെഡിക്കേഷൻ എറർ, റോങ് ഡോസേജ് ആവാം, റോങ് മെഡിസിൻ ആവാം, എന്തുമായിക്കോട്ടെ. ഫസ്റ്റ് ഓപ്ഷൻ ഡിസ്ക്ലോഷർ. ഡിസ്ക്ലോഷർ അതിനകത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തു. ആ ചെയ്തതിന് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല, റേസ് ഓഫ് കൺസേൺ. നമ്മളൊരു കൺസേൺ റേസ് ചെയ്തു. ഒരു മെഡിക്കേഷൻ എറർ ഉണ്ടായി പേഷ്യൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൺസേൺ ആണ് അവരുടെ അടുത്ത് റൈസ് ചെയ്യുന്നത്? ഒന്നുമില്ല, നമുക്ക് അത് ഒഴിവാക്കാം. ഓപ്ഷൻ സി, എസ്കലേഷൻ. ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എസ്കലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് മുകളിലുള്ള ആളിലേക്ക് ഒരു ഇൻഫോർമേഷൻ, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അത് അറിയിക്കുകയാണ്. അതായത് അത് പേഷ്യൻ്റെ അടുത്ത് ഫാമിലിയുടെ അടുത്തും അല്ല നമ്മളത് എസ്കലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹയർ മാനേജ്മെന്റ്, ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഹയർ ടീമിലേക്കാണ്. സോ വി ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ സി. ലാസ്റ്റ് ഓപ്ഷൻ ഡി, ഡ്യൂട്ടി ഓഫ് കാൻഡർ. അത് ചൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് കാൻഡർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡ്യൂട്ടി ഓഫ് കാൻഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ടു ബി ഹോണസ്റ്റ് വെൻ തിങ്സ് ഗോ റോങ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത്? അത് സത്യസന്ധമായി തുറന്ന് പറയുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തു മെഡിക്കേഷൻ എറർ പറ്റി എന്നുള്ളത്. അപ്പോൾ എക്സാക്ട്ലി അതിൻ്റെ ആൻസർ എന്താണ്? ഡ്യൂട്ടി ഓഫ് കണ്ടോർ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സോ നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇത്തിരി കൺഫ്യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ആംഗിൾ ഓഫ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ഫോർ ഡയബറ്റിസ് മെൽലിറ്റസ് പേഷ്യൻ. അതായത് ഒരു DM ആയിട്ടുള്ള പേഷ്യന് നമ്മൾ ഏത് ആംഗിളിലാണ് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ, അതായത് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക? ഓപ്ഷൻസ് നോക്കാം. 90 ഡിഗ്രി, 45 ഡിഗ്രി, 10 ഡിഗ്രി, 80 ഡിഗ്രി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ നമ്മൾ ഏത് ആംഗിളിലാണ് കൊടുക്കുന്നത്?
45 ഡിഗ്രി. പക്ഷേ when it's come to diabetes mellitus patient, ഇൻസുലിൻ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? 90 ഡിഗ്രിയിലാണ്. നമുക്കറിയാം ഇൻസുലിൻ ഇഞ്ചക്ഷൻ്റെ നീഡിൽ, അതായത് ആ സിറിഞ്ച് അല്ലെങ്കിൽ നീഡിലിൻ്റെ വലിപ്പം വളരെ ചെറുതാണ്. ഫുള്ളി അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് IM കൊടുക്കുന്ന അതേപോലെ തന്നെ 90 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ DM പേഷ്യൻറ്റിന് സബ്ക്യൂട്ടീനിയസ് ഇഞ്ചക്ഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ CBT NMC ഈ എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ക്വസ്റ്റ്യനും ആൻസേഴ്സും നമ്മൾ 2 times എങ്കിലും റീഡ് ചെയ്തതിന് മാത്രം ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ സബ്ക്യൂട്ടീനിയസ് ആകുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 45 ഡിഗ്രി ചൂസ് ചെയ്യും. പക്ഷേ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിരിക്കും അവിടെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് DM പേഷ്യൻ്റ് ആണ്. സോ വി ഹാവ് ടു ചൂസ് 90 ഡിഗ്രി. സോ ഓപ്ഷൻ A is the right answer. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ 14th ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്താണ്. സബ്ക്യൂട്ടീനിയസ് ഇഞ്ചക്ഷൻ ഈസ് ഗിവൺ അറ്റ് വാട്ട് ആംഗിൾ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞതുപോലെ 45 ഡിഗ്രി. സോ കൺഫ്യൂസ് ആവരുത്, DM വരുമ്പോൾ 90 ഡിഗ്രി, ജനറൽ ആയിട്ട് സബ്ക്യൂട്ടീനിയസ് ഇഞ്ചക്ഷൻ വരുമ്പോൾ അതിൻ്റെ ആംഗിൾ 45 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th PDSA. നമ്മളത് കേട്ടിട്ടുണ്ടാവും, പ്ലാൻ ഡു സ്റ്റഡി ആക്ട്. അത് കൂടുതലായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴത്തേക്കും സീനിയർ സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു മാനേജർ ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ട് അവർക്കൊരു പ്രോജക്റ്റ് അവർ ചെയ്യുന്നുണ്ടാവും. അത് ഇയർലി അല്ലെങ്കിൽ 6 months കൂടിയിട്ട്, അതായത് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അതായത് ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ ഔട്ട് പേഷ്യൻറ്റ് സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസ് അപ്പോയിൻമെന്റ്സിന് വരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തും. ഫ്യൂച്ചറിൽ അപ്പോയിൻമെന്റ്സ് കുറയ്ക്കാതെ, അതായത് അവർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റുമെന്ന് വേണ്ടിയിട്ട്, അതായത് ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടിയിട്ട് അവർ കുറെ കാര്യങ്ങൾ ചെയ്യും. അതിനെയാണ് നമ്മൾ PDSA എന്ന് പറയാം, പ്ലാൻ ഡു സ്റ്റഡി ആക്ട്. അവർ ഇനിഷ്യലി പ്ലാൻ ചെയ്യും, ചെയ്തു നോക്കും, വീണ്ടും പഠിച്ചു നോക്കും, എന്നിട്ട് കൂടുതൽ മെഷേഴ്സ് എടുക്കും, കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും എന്തുകൊണ്ടാണ് പേഷ്യൻസ് വരാതിരിക്കുന്ന റീസൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് മെയിൻലി മാനേജർ ബേസിലൊക്കെ വരുന്നതാണ്, അവർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ബേസ് പ്രോജക്ട്സ് ഒക്കെയാണ്. പേഷ്യന്റ് കെയർ, പേഷ്യന്റ് വിസിറ്റ്സ്, അതിനെയൊക്കെ ബേസ് ചെയ്ത്. ഇതിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, പ്ലാൻ ഡു സ്റ്റഡി ആക്ട്. Next question, question 17. A patient had sepsis. When will you give broad spectrum antibiotics for culture? അതായത് പേഷ്യൻറ്റിന് ഓൾറെഡി സെപ്സിസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് അഡ്മിനിസ്റ്റർ ചെയ്യുക? കൾച്ചറിന് മുമ്പാണോ, കൾച്ചറിന് ശേഷമാണോ, എങ്ങനെയാണ് അത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഇമീഡിയറ്റ്ലി ബിഫോർ കണ്ടെയ്നിങ് ബ്ലഡ് കൾച്ചർ ആസ് സെപ്സിസ് ഇസ് ഇൻക്ലൂഡഡ്. അതായത് ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് എന്താ, ബ്ലഡ് കൾച്ചർ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, അതായത് പേഷ്യൻറ്റ് സെപ്സിസ് ഉണ്ടെന്ന് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ബി, ഇമീഡിയറ്റ്ലി വൺസ് ആഫ്റ്റർ ബ്ലഡ് സാമ്പിൾ ഇസ് കളക്റ്റഡ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്, ഇമീഡിയറ്റ്ലി ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. തേർഡ് ഓപ്ഷൻ, ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഒബ്റ്റൈനിങ് ബ്ലഡ് കൾച്ചർ ആസ് ആൻ ഇൻഫെക്ഷൻ ഈസ് റെക്കഗ്നൈസ്ഡ്. നമ്മൾ തേർഡിൽ എന്താണ് പറയുന്നത്, ബ്ലഡ് കൾച്ചർ സാമ്പിൾ എടുത്തതിന് ശേഷം, അതായത് ഇവിടെ സെപ്സിസ് ഉള്ളത് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട്. ഫോർത്ത് ഓപ്ഷൻ, നൺ ഓഫ് ദി അബവ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഒരിക്കലും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യില്ല കൾച്ചർ എടുക്കുന്നതിന് മുമ്പ്. നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസും സെൻസിറ്റിവിറ്റി അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് കൾച്ചർ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഓപ്ഷൻ A എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി, ഇമ്മീഡിയറ്റ്ലി വൺസ് ആഫ്റ്റർ ബ്ലഡ് സാമ്പിൾ ഇസ് കളക്റ്റഡ്. ആ ഓപ്ഷനിൽ അവർ പറഞ്ഞിട്ടില്ല ഏത് ടൈപ്പ് ഓഫ് സാമ്പിൾ ആണ് എടുക്കേണ്ടതെന്ന്, അവിടെ ബ്ലഡ് സാമ്പിൾസിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതും എലിമിനേറ്റ് ചെയ്യാം. തേർഡിൽ നോക്കൂ, ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഒബ്റ്റൈനിങ് ബ്ലഡ് കൾച്ചർ ആസ് ആൻ ഇൻഫെക്ഷൻ ഈസ് റെക്കഗ്നൈസ്ഡ്. ഇമീഡിയറ്റ്ലി നമ്മൾ ബ്ലഡ് കൾച്ചർ എടുത്തതിന് ശേഷം നമ്മൾ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. അതായത് വി നോ ഓൾറെഡി ദ കേസ് ദ പേഷ്യന്റ് ഹാഡ് സെപ്സിസ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് വൺ. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ, വേസ് ടു മാക്സിമൈസ് വൂണ്ട് ഹീലിംഗ്. അതായത് നമുക്കൊരു വൂണ്ട് ഉണ്ടായി, ഒരു മുറിവുണ്ടായി, അതിന്റെ ഹീലിംഗ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, ഗുഡ് ബ്ലഡ് ഫ്ലോ. ബി, ഡെയിലി ഡ്രസ്സിംഗ്. സി, മോയിസ്റ്റ് എൻവറോൺമെന്റ്. ഡി, ടൈറ്റ് ഡ്രസ്സിംഗ്. ഓപ്ഷൻ എ, ഗുഡ് ബ്ലഡ് ഫ്ലോ, അതാണ് റൈറ്റ് ആൻസർ. നമുക്കറിയാം ഒരു വൂണ്ട് ഹീൽ ആവണമെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ എത്തണം, എന്നാൽ മാത്രമേ വൂണ്ട്, അതായത് ഹീലിംഗിന്റെ എല്ലാ ഫേസസിലും കൂടെ കടന്നു പോയിട്ട് അവിടെ ഒരു പ്രോപ്പർ ഹീലിംഗ് ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ ബി നോക്കാം, ഡെയിലി ഡ്രസ്സിങ്. ഡെയിലി ചെയ്ത് കൊണ്ടത് കാര്യമില്ല. അപ്പൊ നമ്മൾ ഡെയിലി ഡ്രസ്സിങ് ചെയ്തിട്ട് അവിടെ നല്ല ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിൽ ഒരിക്കലും അവിടെ പ്രോപ്പർ ആയ ഒരു വൂണ്ട് ഹീലിംഗ് നടക്കില്ല. ഓപ്ഷൻ സി, മോയിസ്റ്റ് എൻവറോൺമെന്റ്. മോയിസ്റ്റ് എൻവറോൺമെന്റ് ശരിക്കും റോങ് ആണ്. കണ്ടിന്യൂസ് നമുക്കൊരു വൂണ്ട് ഉണ്ടായിട്ട് അവിടെ മോയിസ്റ്റ് നിലനിന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷന് ചാൻസസ് ഉണ്ട്. ഓപ്ഷൻ ഡി കംപ്ലീറ്റ്ലി റോങ് ആണ്, ടൈറ്റ് ഡ്രസ്സിങ്. ഒരിക്കലും ടൈറ്റ് ഡ്രസ്സിങ് വൂണ്ട് ഹീലിംഗിനെ മാക്സിമൈസ് ചെയ്യില്ല, വൂണ്ട് വേഴ്സ് ആവുകയുള്ളൂ. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഗുഡ് ബ്ലഡ് ഫ്ലോ. Next question 19. When a nurse handover at the end of shift to a colleague,
വാട്ട് മസ്റ്റ് ബി പ്രൊവൈഡഡ്. അതായത് നമ്മൾ ഷിഫ്റ്റ് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രോപ്പർ ഹാൻഡ് ഓവർ നമ്മൾ നെക്സ്റ്റ് വരുന്ന ഷിഫ്റ്റിലുള്ള സ്റ്റാഫിന് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ശരിക്കും? ഓപ്ഷൻ എ വെർബൽ, ഡിജിറ്റൽ or written communication information. Option B clear verbal information and instructions. Option C clear digital or written information and instructions. Option D clear verbal, digital or written information and instruction. Option D ഒന്ന് നോക്ക് നമ്മൾ വെർബലി കൊടുക്കും. ഓപ്ഷൻ അതുകൂടാതെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കൊടുക്കും. അതുകൂടാതെ റിട്ടേൺ നമ്മൾ എഴുതിയ നമ്മുടെ നോട്ട്സ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള കാര്യങ്ങൾ, അതുകൂടാതെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. ഓപ്ഷൻ ഡിയിൽ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ വെർബൽ, ഡിജിറ്റൽ ഓർ റിട്ടേൺ ഇൻഫർമേഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. Last question, question 20. A 25-year-old male patient has a BMI of 20 kg per meter square. He is BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്. 25-year-old ആയിട്ടുള്ള ഒരാളുടെ BMI 20 ആണ്. അപ്പോൾ ആ 20 ആയിട്ട് വരുമ്പോഴത്തേക്കും ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏത് കാറ്റഗറിയിൽ വരും? ഓപ്ഷൻ എ അണ്ടർ വെയ്റ്റ്, ഓപ്ഷൻ ബി നോർമൽ, ഓപ്ഷൻ സി ഓവർ വെയ്റ്റ്, ഓപ്ഷൻ ഡി ഒബേസ്. ഞാൻ എൻ്റെ പിക്ചർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും എക്സാമിന്. ആ പിക്ചറും അതിൻ്റെ ആ വാല്യൂസും ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാലും അതായത് ഏത് BMI സ്കോർ വന്നു കഴിഞ്ഞാലും ഏത് കാറ്റഗറിയിലാണെന്ന് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പിക്ചർ നോക്കൂ, BMI 18.5 to 24.9. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന BMI എത്രയാണ്? 20. അപ്പോൾ പേഷ്യന്റ് ഏതിലാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, നോർമൽ കാറ്റഗറിയിലാണ് വരുന്നത്, നോർമൽ വെയിറ്റ് കാറ്റഗറിയിൽ. ഓപ്ഷൻ എ നോക്കൂ, അണ്ടർ വെയിറ്റ് എവിടെയാ വരിക? അണ്ടർ വെയിറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല ശരിക്കും. അതായത് 18.5 ബിലോ വരുന്നതാണ് അണ്ടർ വെയിറ്റ്. പിന്നെ ഓപ്ഷൻ സി നോക്കൂ, ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പിക്ചർ 25 to 29.9 വാല്യൂ വരുന്നതാണ്. ഓപ്ഷൻ ഡി നോക്കൂ, ഒബേസ് എവിടെയാണ് വരുന്നത്? ഒബേസിറ്റിക്ക് ആക്ച്വലി 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. അത് സ്കോറിനനുസരിച്ച് വേണം നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇന്ന് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊന്ന് റിവ്യൂ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടും നിങ്ങളുടെ CBT എക്സാമിന്റെ ഡേയിൽ. പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ, ടേക്ക് കെയർ.